ആ എന്താ ഹരി? അല്ല അവളെ ബൈചേട്ടല്ലേ? ആ ഇപ്പൊ ഞാൻ വിളിക്കാം. എന്താ ഹരി? അല്ല ബൈചേട്ടാ, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? തൃശ്ശൂര് ജോസിലെ ചോട്ടാമുംബൈ റിലീസ് ഉണ്ട്, ഒന്ന് പോയാലോ? അതെ, നമ്മളെല്ലാ ദിവസവും സിനിമയ്ക്ക് പോയിട്ടേ റുബോപ്പോൾ നല്ല ദേഷ്യത്തിലാണ്. പിന്നെ അതല്ലടാ, എൻ്റെ അടുത്ത് കാശൊന്നുമില്ല, എനിക്ക് ജോലി ഇല്ലല്ലോ, അവൾക്ക് മാത്രമല്ലേ ജോലി ഉള്ളൂ. എൻ്റെ അടുത്ത് 500 രൂപ ഉണ്ട്. ഒരു 200 രൂപ കൂടിയും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിനുള്ള പൈസ അത് ഒപ്പിക്കാൻ പറ്റുമോ? 200 രൂപയല്ലേ? വഴിയുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ നിന്റെ കാശിതാ, വാ വിളിക്കുക. ഹരി, റുബോപ്പോൾ അവിടെ നിൽക്കണില്ലേ ഒന്ന് നോക്ക്. ഹരി, കൃപോപ്പോളുടെ ബർത്ത്ഡേ ആണ് അടുത്ത സൺഡേ. ഞാൻ അവൾക്കൊരു ചുരിദാർ മേടിച്ചു കൊടുക്കാൻ വിചാരിച്ചു. എൻ്റെ അടുത്താണെങ്കിൽ 500 രൂപയുള്ളൂ. ചുരിദാർ ഞാൻ കണ്ടു, അടിപൊളി ചുരിദാർ, പക്ഷെ 700 ഉറുപ്പ്യാണ്. ഒരു 200 ഉറുപ്പ്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് കൃപയ്ക്ക് അത് വാങ്ങിക്കൊടുക്കായിരുന്നു. ഞാൻ ഇന്നേ വരെ ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല, പാവം. അത് ശരിയാ ബൈചേട്ടാ. ബൈജുവേട്ടാ, ഞാൻ എപ്പോഴും വിചാരിക്കും നിങ്ങളുടെ അടുത്ത് പൈസ ഒന്നുമില്ലല്ലോ, നിങ്ങൾക്കും ഉണ്ടാവില്ല ചെലവ്. കഴിഞ്ഞ ദിവസം എൻ്റെ സാലറി വന്നു, ദാ നിങ്ങൾക്കൊരു 500 രൂപ വെച്ചോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട് പാവം? അവളെ പറ്റിക്ക സുഖ ഭയങ്കര. പോവാം, വാ. അല്ലളിയാ, അപ്പൊ വിട്ടാലോ? അളിയാ പോവാം. ഈ സാധനം ഒന്ന് പോക്കറ്റിൽ വെച്ചേ. കളിയാ എന്തേ ഒന്നിറങ്ങിയേ? അളിയ, അവള് കാശ് പോക്കറ്റിൽ ഇട്ടിട്ടില്ല. അവൾ ഇടുന്ന മാതിരി കാണിച്ച് ഉള്ള കാശ് കൊടുത്തുകൊണ്ടായി. അളിയൻ തന്ന കാശ് അതും പോയി. ഏത് സമയത്താണോ ഞാൻ അളിയനെ സിനിമയ്ക്ക് വിളിക്കാൻ തോന്നുന്നത്? ഹോ, എന്റെ പൈസയും പോയി. എന്നോടാ കടി, എന്നെയാണോ പറ്റിക്കാൻ നോക്കണേ? നടക്കില്ല. ഒരു സിനിമക്കാരി വന്നിക്കണം.